പട്ടം കോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം അട്ടിമറിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി രംഗത്ത് വന്നു. നിലവിലുണ്ടായിരുന്ന ക്വാർട്ടേഴ്സുകളും മോർച്ചറിയും അടക്കം പൊളിച്ചുമാറ്റിയിട്ട് 10 മാസങ്ങൾ കഴിയുന്നു. എന്നാൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താതെ ആശുപത്രി പരിസരം ഇപ്പോൾ കാട് മൂടിയിരിക്കുകയാണെന്നും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു. മാസങ്ങൾക്ക് മുമ്പാണ് പുതിയ ആശുപത്രി മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. നിലവിലുണ്ടായിരുന്ന ക്വാർട്ടേഴ്സുകളും മോർച്ചറി കെട്ടിടവും ഉൾപ്പെടെ പൊളിച്ചു നീക്കിയിരുന്നു. അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നതുമാണ്. എന്നാൽ 10 മാസം കഴിഞ്ഞിട്ടും ഇവിടെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ അധികൃതർക്കായിട്ടില്ല. ആശുപത്രി പരിസരം ഇപ്പോഴും കാടുമൂടിയ അവസ്ഥയിലാണ്. അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആവശ്യം. പഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് NHM ഫണ്ട് ഉപയോഗിച്ച് ഒരു ആശുപത്രിക്ക് വേണ്ടിയുള്ള കെട്ടിടത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ 10 മാസം മുമ്പ് നിലവിലുണ്ടായിരുന്ന ക്വാർട്ടേഴ്സ്, മോർച്ചറി ഇതെല്ലാം പൊളിച്ച് ഉടനെ തന്നെ പണി ആരംഭിക്കുമെന്നതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA MM മണിയുടെ നേതൃത്വത്തിൽ ഈ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി 10 മാസം പൂർത്തീകരിച്ചിട്ട് ഇന്നും ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കും. 2 വർഷം മുമ്പ് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടത്. അത് സമയബന്ധിതമായി ഇതിൽ ഇടപെടുന്നതിന് പഞ്ചായത്ത് പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കെട്ടിടം പണി നീണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അടിയന്തരമായി ഈ കെട്ടിടം പണി പുനഃസ്ഥാപിക്കുകയും നിലവിലുണ്ടായിരുന്ന ക്വാർട്ടേഴ്സ്, മോർച്ചറി 2-3 ഫാമിലി താമസിച്ചുകൊണ്ടിരുന്ന ക്വാർട്ടേഴ്സ് പൊളിച്ചു മാറ്റിയിട്ട് ഇന്നിപ്പോൾ കാട് പിടിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ദുരാവസ്ഥയിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നത്. ഇതേസമയം ഗ്രാമപഞ്ചായത്തിലെ ഒരു വിഭാഗത്തിന്റെ പിടിവാശിയാണ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ കാരണമെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.